നമസ്കാരം, സച്ചിനാണ്. അപ്പോൾ കുട്ടികളുടെ ട്രെയിനിങ്സും മെൻറ്ററിങ്ങും ചെയ്യുന്നുണ്ട്, പാരൻസിൻ്റെയും ചെയ്യുന്നുണ്ട്. എന്നോട് എന്നെ അറിയുന്ന ചിലർ വിളിച്ച് ചോദിക്കും, കുട്ടികൾക്കും പാരൻസിനും അല്ലാണ്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റൊന്നുമല്ല, ഞാനൊരുപാട് ബുദ്ധിമുട്ടിലായതിന് ശേഷമായിരിക്കും എന്നെ ഇങ്ങനെ സഹായത്തിനൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരും പേഴ്സണലി, ഇപ്പോൾ മുതിർന്നാലും പേഴ്സണലി ഒരുപാട് വിഷമങ്ങളുണ്ടായിരിക്കും, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെ വിളിച്ചിട്ടും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പറയുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, അല്ലേ, നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടായിട്ടും നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യം ചെയ്തിട്ടും നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് അതിനൊക്കെ മറുപടി കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് വഴികളാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയണത്, നിങ്ങൾ അത്രയും വിഷമിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ സത്യമുണ്ടെങ്കിൽ, അതിൽ ധർമ്മമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്ക് ഹോപ്പ് വേണം. ഓക്കെ, സമയമെടുക്കും ജീവിതമൊക്കെ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയണത്, നിങ്ങൾ ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ കുറ്റപ്പെടുത്തലും അപമാനിക്കലും ഒക്കെ, അത് നിങ്ങൾ കാര്യമാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പറയാനുള്ളവർ പറയും, നമ്മൾ കേൾക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്ന, അപമാനിക്കുന്ന വ്യക്തികളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലുള്ള സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ കുറ്റപ്പെടുത്തുന്നവരും അപമാനിക്കുന്നവരൊന്നും വരില്ല. ഓക്കെ, ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ തളരില്ലല്ലോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിക്കരുത്. ഓക്കെ, നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള ധർമ്മമുണ്ട്, നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത് പല കാര്യങ്ങൾക്കും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കരുത്. കാരണം നമ്മൾ ജനിച്ചത് അവരുടെ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും കേൾക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ വിഷമഘട്ടത്തിലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ വിശ്വാസമല്ലാത്തവരായിരിക്കും അവരൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ വരില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വിശ്വാസമല്ലാത്തവരോടും നിങ്ങളെ മനസ്സിലാക്കാത്തവരോടും വീണ്ടും വീണ്ടും സംസാരിച്ച് നിങ്ങൾ സമയം കളയരുത്. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളൊന്ന് സ്വയം വേക്കപ്പ് ചെയ്യുക. റെസീലിയൻസ് എന്ന് പറയും, ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും നമ്മളൊക്കെ. അതിന് മറ്റാരുടെയും സഹായം നമുക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഒറ്റയ്ക്ക് അതിനുള്ള പ്രാപ്തി നമ്മൾ വാർത്തെടുക്കുക തന്നെ വേണം. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നിങ്ങളിപ്പോൾ കരയിച്ച കാരണമായിരിക്കാം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിൻ്റെയും കാരണം. അത് ഉറച്ച് വിശ്വസിച്ചോളൂ. കാരണം പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനുമാണ്, നമുക്കൊരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് അത്രയും വേദന എടുത്തിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. അന്ന് നിങ്ങൾ ഓർക്കും, ഓ, ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്നുള്ളത്. അതുകൊണ്ട് ഒരു ഹോപ്പും വിടണ്ട, ധൈര്യമായിട്ട് പോസിറ്റീവായിട്ട് ഇരുന്നോ. ഓക്കെ, നമ്മുടെ കമലഹാസൻ പറയുന്ന പോലെ എന്തും വരട്ടെ, പാക്കലാം.